Watch full episodes on Jio Hotstar. അത് ബോസേ ഇങ്ങ് വന്നേ, അത് കണ്ടില്ലേ? നല്ല മനുഷ്യൻ ആടെ നിൽക്കുന്നു ദാ അവിടെ. ഹലോ മോട്ടു, ഇവിടെ നോക്ക് മോട്ടു, ഇവിടെ ഇവിടെ ഇങ്ങോട്ട് നോക്ക്. മോട്ടു മോട്ടു എന്തിനാണ് ബോസ്? പത്തുലു, ഞാനിപ്പോ ഡോക്ടർ ഡിസ്ട്രോയിനെ അവിടെ കണ്ടു. അവന്റെ നമ്മുടെ മുമ്പിലുള്ള ടവറിലുണ്ട്. നീ കോഡ് ഡീകോഡ് ചെയ്തോ. ഞാൻ ഇപ്പൊ തന്നെ ചെന്ന് അവനെ പിടിക്കുന്നതാണ്. താഴേക്ക് നോക്ക്. വേഗം ലിഫ്റ്റിൽ പോയി അവനെ പിടിക്കാൻ ശ്രമിക്ക്. ഞാൻ ഇപ്പൊ തന്നെ വരാം. ശരി പത്തുലു. നിക്ക മോട്ടു, ഞങ്ങള് നിന്നോടൊപ്പം വരാം. ഞാൻ വരുന്നുണ്ട്. അമ്മയെന്ന് പറഞ്ഞാണ് അവൻ ആ രത്നം എന്റെ അടുത്തുനിന്ന് വാങ്ങിച്ചത്. നിൽക്കുന്നു ഡെസ്ട്രോയർ. പൊളിച്ചെടുത്തല്ല, അവനെ പിടിക്കണം. അവര് സ്റ്റെപ്പിൽ കൂടെ ടെറസിലേക്കാണ് പോകുന്നത്. എന്റെ അമ്മ പുറത്തേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അകത്തേക്ക് കേറ്. നമുക്ക് ലിഫ്റ്റിൽ പോകാം. ബോസ്, അങ്ങയുടെ സ്പെഷ്യൽ പ്ലെയിൻ എപ്പോഴാണ് വരുന്നത്? എന്താ ഇത്ര വൈകുന്നേ? ഏയ്, ഞാൻ ആ ഡോക്ടർ ഡെസ്ട്രോയറിനെ ഒരിക്കലും വെറുതെ വിടില്ല. എവിടെയാണ് എന്റെ സ്പെഷ്യൽ പ്ലെയിൻ? ഇവിടെ ഇവിടെ ഇവിടെയാണ്. ഇവന്മാർ ഇവിടെ വന്നോ? ഓടിക്കോ, അവിടെ നിൽക്കേ. ബോസ്, നമുക്ക് കേറാം. പെട്ടെന്ന് കേറ് ബോസ്. സ്റ്റോപ്പ് ഡോക്ടർ ഡെസ്ട്രോയർ. സ്റ്റോപ്പ് ഇൻ ദി നെയിം ഓഫ് ഗോഡ്. ബൈ. മോട്ടു, അതെ, നിനക്ക് എത്ര ദൂരം ഇങ്ങനെ ഓടാൻ പറ്റും? ഒരു കാര്യം കേൾക്കണോ? ആ മെസ്സേജ് ഞാൻ ഡീകോഡ് ചെയ്തു. ഒരു മിനിറ്റ് പത്ലു, അതിനു മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ചെയ്യാനുണ്ട്. എവിടെ നോക്കിയാ വെടിവെക്കുന്ന ചിങ്കം സാർ? സോറി, റിയലി സോറി. ഇതുവരെ സംഭവിച്ചതെല്ലാം മറന്നേക്ക്. എന്നിട്ട് സ്വന്തം നമ്മുടെ ഉള്ളിലുള്ള വെളിച്ചം ഉണർത്താൻ നോക്ക്. അല്ലെങ്കിൽ ആ സ്ലീപ്പിംഗ് വോൾക്കനോ വാലിയില് നിങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടേയിരിക്കും. അതായത് വാലി ഓഫ് ട്വിസ്റ്റേഴ്സ്. ഞാൻ ചെക്ക് ചെയ്തതാ. വാലി ഓഫ് ട്വിസ്റ്റേഴ്സില് ഒരു സ്ലീപ്പിംഗ് വോൾക്കനോ ഉണ്ട്. അത് ഒരുപാട് കാലങ്ങളായി ഉറങ്ങിക്കിടക്കുകയാണ്. പക്ഷെ ഞാൻ കേട്ടത് ഈ ഇടയ്ക്കായിട്ട് അതിൽ നിന്നും പുക വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അവിടെ എന്തോ സംഭവിക്കാൻ പോകുന്നതാണ് തോന്നുന്നത്. അതിനു മുമ്പ് നമുക്ക് എന്താന്ന് പോയി നോക്കിയിട്ട് വരാം. വരൂ, വേഗം പോകാം. അതാണ് സ്ലീപ്പിംഗ് വോൾക്കാനോ. അത് പല വർഷമായി മയക്കത്തിലാണ്. പക്ഷെ ചില സമയത്ത് അതിൽ നിന്നും പുക വരാറുണ്ട്. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകണ്ടെന്ന് പറഞ്ഞത്. അല്ല, ട്രെയിൻ ഉപയോഗിച്ച് അതിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് ശരി തന്നെ. എന്നാൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ച് അതിന്റെ അടുത്തേക്ക് പോകാമല്ലോ. ഇവിടെ പെട്ടെന്നാണ് ടിസ്റ്റേഴ്സ് ഉണ്ടാകുന്നത്. ഈ പരിസരത്തേക്ക് ഏതെങ്കിലും പ്ലെയിൻ വന്നാൽ അത് ക്രാഷ് ആയി പോകും. അതുകൊണ്ടാണ് ഇവിടേക്ക് വരാൻ ടോയ് ട്രെയിൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് നോക്ക്, ആ കാർ ആ ഭാഗത്തേക്കാണ് പോകുന്നത്. വാ, നമുക്കും അങ്ങോട്ട് പോകാം. വേണ്ട, അവിടേക്ക് പോകണ്ട, അപകടമാണ്. ആപത്തുണ്ടെങ്കിൽ അവര് പോകില്ലല്ലോ. വരൂ ഫ്രണ്ട്സ്, നമുക്കും പോകാം. നമുക്ക് പോകാം. ഡ്രൈവർ, വേഗം വണ്ടി എടുക്ക്. ഇനി എന്താ ചെയ്യുക? ഇവരങ്ങ് പോയി പെടാതിരുന്നാ മതിയായിരുന്നു. ബോസ്, കുറച്ച് ടൂറിസ്റ്റുകാർ നമ്മുടെ പുറകെ വരുന്നുണ്ട്. വരട്ടെ. ഇനിയിപ്പോ പോലീസ് പുറകെ വന്നാൽ ഈ ടൂറിസ്റ്റ് നമ്മൾക്ക് ഗുണം ചെയ്യും. ഹലോ സർ, ഈ ട്രെയിൻ മേലേക്കാണോ പോകുന്നത്? ഞങ്ങളും ഇതിൽ വന്നോട്ടെ? Yes, you are most welcome to join us at your own risk. Hey!
ഇത് ഡോക്ടർ ഡെസ്ട്രോയറിന്റെ കാറല്ലേ? നമുക്ക് enjoy ചെയ്യാം. വേഗം വാ, വേഗം കേറ്. അല്ല ഇവന്മാർ ഇവിടെ വന്നാ വരട്ടെ, എന്താണെന്ന് നോക്കാം. അവിടെ നിൽക്കേ. മോട്ടു അത് നോക്ക്, അവര് ട്രെയിൻ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോവാണ്. അവരുടെ കൂടെ ടൂറിസ്റ്റും ഉണ്ട്. പത്തുലു വേഗം വരൂ. ടൂറിസ്റ്റുമാർക്ക് അറിയില്ല ഡോക്ടർ ഡിസ്ട്രോയുടെ ഒരു വില്ലനാണെന്നുള്ള കാര്യം. വരൂ. പൊളിച്ചെടുത്തല്ലോ. വന്നേ പോവാം. നിക്കേ. ഡോക്ടർ ജട്ക വേഗം വരൂ. On the floor, baby. Hit it hard, baby. Rock the body, baby. On the floor, baby. ബോസ്, അവന്മാര് ട്രെയിനിന്റെ മുകളിൽ കൂടെ നടന്ന് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ചെല്ല്, അവന്മാർക്ക് താഴേക്കുള്ള വഴി കാണിച്ചു കൊടുക്കുക. ഓടി വാടാ, ബോസ് പറഞ്ഞിട്ടുണ്ട്. തകർത്തു മോട്ടു. മോട്ടു, ഒന്നിന് ടൂറിസ്റ്റിനെ രക്ഷപ്പെടുത്ത്, അല്ലെങ്കിൽ എന്റെ പുറകെ വാ. രണ്ട് വഴിയേ ഉള്ളൂ. ബൈ. എന്തായി സംഭവിക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ട്രെയിൻ എന്താ ഇങ്ങനെ പോകുന്നത്? എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താ എന്താ ഇത്? സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ആരെങ്കിലും രക്ഷിക്കേ. എന്റെ സമൂസ! മേഡം ഒന്ന് നോക്കിക്കൂടെ? മോട്ടു, നമ്മൾ ഈ കോച്ചുകൾ നിർത്തിയേ പറ്റൂ, അല്ലെങ്കിൽ എല്ലാവരും മരിച്ചു പോകും. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തുലു? നീ തന്നെ എന്തെങ്കിലും ആലോചിക്കൂ. നല്ല മണം. പ്ലീസ്, ഞാൻ നിങ്ങളുടെ സമൂസ കഴിച്ചോട്ടെ. ഡോണ്ട് മൈൻഡ്. ഞാനിത് തരില്ല, അല്ലെങ്കിൽ തന്നെ വഴിതെറ്റിയാ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി എന്തൊക്കെ സംഭവിക്കുന്ന ആർക്കറിയാം. എന്റെ സമൂസ ഞാൻ സൂക്ഷിച്ചു. മോട്ടു, നീ ഇവിടെയായിരുന്നോ? പത്തുലു, ഇവരെന്നെ ഇൻസൾട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ കഴിക്കൂല, സമൂസ ഒരിക്കലും കഴിക്കൂല. അതേ സുഹൃത്തെ, നിങ്ങൾ ഇത് എന്താണ് ഈ ചെയ്യുന്നത്? ഇത് മോട്ടുവാണ്. മോട്ടു, അദ്ദേഹം സമോസകൾ കഴിച്ച് ഈ ട്രെയിൻ നിർത്തി തരും. എന്ത്? നിങ്ങൾക്ക് ട്രെയിൻ തടഞ്ഞു നിർത്താൻ സാധിക്കൂ? എന്നാൽ കഴിക്കൂ. ഈ സമൂസ മുഴുവൻ കഴിച്ചോളൂ. കഴിക്കൂ, കഴിക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ, കഴിക്കൂ. കഴിക്കൂല. ഇപ്പൊ കോഹിനൂറിന് ഉപയോഗിക്കാനുള്ള സമയമായിരിക്കുന്നു. പ്ലീസ് സർ, കഴിക്കൂ സർ, കഴിക്കൂ. ഓക്കെ ഓക്കെ. പ്ലീസ്. Be ready, my friends. എനിക്ക് എന്റെ കൂട്ടുകാരെയും ഇതിലുള്ള പാസഞ്ചേഴ്സിനെയും രക്ഷിച്ചേ പറ്റൂ. എനിക്ക് ഈ ട്രെയിനിനെ എന്ത് സംഭവിച്ചാലും നിർത്തിയേ പറ്റൂ.
വെരി മച്ച്. കേക്കൂ, ഇവിടെ അപകടമുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാരും തിരിച്ചു പോകണം. ഓക്കേ, ശരി സർ. ബൈ ബൈ. നമ്മൾ എന്തായാലും ഡോക്ടർ ഡിസ്ട്രോയറിനെ പിടിച്ചേ പറ്റൂ, എന്ത് വില കൊടുത്തും. ഡോക്ടർ ചട്ക, എല്ലാവരുടെയും ഫ്ലൈയിങ് ഹെൽമെറ്റ്സ് എടുക്കൂ. അല്ല പത്ലു, ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ഈ വോൾക്കനോയിന്ന് വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് പിന്നെ ഗാമ റേസ് കാരണം റേഡിയേഷൻ ട്വിസ്റ്റ് ആകുന്നുണ്ട്. അത് കാരണം നമ്മളെ കൊണ്ട് പറന്നു പോകാൻ പറ്റില്ല പത്ലു. പൊളിക്കണ്ടല്ലോ. എനിക്ക് തോന്നുന്നു ആ ഡോക്ടർ ഡെസ്ട്രോയർ ഒരു ഡേഞ്ചറസ് എക്സ്പെരിമെന്റ് നടത്താൻ പോണ്ടട്ടാ. ആ അതെ, പക്ഷേ എന്റെ അടുത്ത് മറ്റൊരു വഴിയും കൂടി ഉണ്ട് ഫ്രണ്ട്സ്. വരൂ, പോകാം. അല്ല, എന്താ ഇത്? എനിക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ലല്ലോ. വരൂ, നമുക്ക് ചെന്ന് എന്താന്ന് നോക്കാം. വളരെ പതുക്കെ വേണം താഴേക്ക് പോകാൻ. ഒച്ചയുണ്ടാക്കാൻ പാടില്ല. ശബ്ദം ഉണ്ടാക്കരുത്. മനസ്സിലായി. ശബ്ദമില്ലാതെ വരണം അല്ലേ? പതുക്കെയല്ലേ ഇറങ്ങാൻ പറഞ്ഞത്, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ ഇറങ്ങിയത്? പത്ലു, സോറി. വരൂ, നമുക്ക് ഒരിക്കൽ കൂടെ മേളിൽ പോയിട്ട് പതുക്കെ ശബ്ദമില്ലാതെ ഇറങ്ങി വരാം. എന്താ? വെൽക്കം മോട്ടു പത്ലു, വെൽക്കം. വെറുതെയാണ് നിങ്ങൾ ഇത്രയും ദൂരെ വന്നത്. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ സാധിക്കൂല. ഡോക്ടർ ഡിസ്ട്രോയർ, ആ കോഹിനൂർ ഞങ്ങൾക്ക് തിരിച്ചു തന്നേക്കൂ. ലോകത്തിനെ തകർക്കാനുള്ള ഒരു സാറ്റലൈറ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിനെ ആക്ടിവേറ്റ് ചെയ്യാനാണ് കോഹിനൂർ പോലുള്ള ഒരു ഡയമണ്ട് ആവശ്യം വന്നത്. നോക്കൂ, കുറച്ചു നേരത്തിനകം എന്റെ സാറ്റലൈറ്റ് ആക്ടിവേറ്റ് ആകാൻ പോകുകയാണ്. ഇനി എനിക്ക് നിമിഷങ്ങൾക്കകം ലോകം മുഴുവൻ തകർക്കാൻ സാധിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും നല്ലതുണ്ടാവില്ല. ഡോക്ടർ ഡിസ്ട്രോയർ, ദയവായി ഇതെല്ലാം നിർത്തിയേക്കൂ. ഡോക്ടർ ഡിസ്ട്രോയറിന് ഒന്നും മോശം സംഭവിക്കാറില്ല. ഡോക്ടർ ഡിസ്ട്രോയർ മോശമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാറേ ഉള്ളൂ. റോബോസ്, cover them. ഇനിയിപ്പോ ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാം ഡോക്ടർ ഡിസ്ട്രോയർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന്. അയാൾ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞു. എന്റെ അമ്മോ മോട്ടുപത്ലു, എന്തെങ്കിലും ചെയ്താ ഡോക്ടർ ഡെസ്ട്രോയിനെ നിങ്ങൾ തടയണം. ഇനി എന്റെ ആദ്യത്തെ ടാർഗറ്റ് ആണ് ലണ്ടൻ ബിഗ് ഐ. ഇനി എന്നെ ലോകത്തെ കിടുകിട വിറപ്പിക്കുന്നതിൽ നിന്ന് ആർക്കും തടയാൻ സാധിക്കില്ല. ഇല്ല, ഇല്ല, എന്റെ കൂട്ടുകാരനെ തല്ലുവല്ലടാ നീ.
എവിടെ പോയി? പത്ലു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ല. ഇനി നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് ഓൾറെഡി ആക്ടിവേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഇനി നോക്കൂ വിനാശത്തിന്റെ കാഴ്ചകൾ. എന്നത് ഡോക്ടർ ഡിസ്ട്രോയർ തോൽക്കാറില്ല, തോൽപ്പിക്കാറേ ഉള്ളൂ. ഇല്ല പത്ലു, ഞാൻ പോവുകയാണ്. ആ കോഹിനൂർ രത്നവും കൊണ്ട് ഞാൻ ഇനി തിരിച്ചു വരൂ. അത് മോട്ടു കേക്ക് വേണ്ട. നീ ആ സൺറൈസ് കൊണ്ട് ഉരുകിപ്പോ. മോട്ടു പരിശ്രമിച്ചു നോക്കാലോ പത്ലു. പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവില്ല പത്ലു. ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ? ചേട്ടാ മോട്ടു, എന്റെ ചങ്കന്റെ ബ്രോ, ഞാൻ നിനക്ക് തന്ന ഹീറ്റ് ഗ്ലൗസ് നീ എന്താ യൂസ് ചെയ്യാത്തത്? അതെ, കളി ഇതുവരെ തീർന്നില്ല മോട്ടു പത്ലു. നിന്നെ ഞാൻ അത്ര എളുപ്പം വിടത്തില്ല. നീ എന്റെ എല്ലാ ജോലിയും തകർത്ത് കളഞ്ഞു. എങ്കിൽ വാടാ. ഇവിടുന്നാണ് ഇൻസ്പെക്ടർ ചിങ്കത്തിന്റെ സിഗ്നൽ വരുന്നത്. വരൂ, നമുക്ക് പോകാം. മോട്ടു പത്ലു, നിങ്ങൾ നല്ല കാര്യമാണ് ചെയ്തത്. വളരെ നന്ദി. നിങ്ങൾ ഇവന്റെ കയ്യിൽ നിന്ന് ഈ ഭൂമിയെ രക്ഷിച്ചിരിക്കുകയാണ്. മോട്ടു പത്ലു, ഞാൻ പറഞ്ഞു. ഇന്ന് സാറേ, ഇത് സൂക്ഷിച്ചു വെച്ചോളൂ. താങ്ക് യു. ഇനി നിങ്ങൾ ഡോക്ടർ ഡിസ്ട്രോയിനെ കൊണ്ടുപോയിക്കോളൂ. ഞങ്ങള് കുറച്ച് ദിവസത്തേക്ക് ഞങ്ങളുടെ ദേശത്തേക്ക് ആ കോഹിനൂർ രത്നം കൊണ്ടുപോയിക്കോട്ടെ. അതിനുള്ള അധികാരം ക്യൂവിന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഉറപ്പായിട്ട് ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് പെർമിഷൻ വാങ്ങിത്തരാം. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. വേഗത്തിൽ പോയിട്ട് കുറെ സമൂസകൾ കഴിക്കണം. കാരണം എനിക്ക് വിശന്നിട്ട് വയ്യ പത്ലു. Watch India's largest kids library only on Jio Hotstar. Download the app now.